ABCD ബിസ്ക്കറ്റൊക്കെ ഓർമ്മയുള്ളവരാരെങ്കിലും ഒക്കെ ഉണ്ട്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പം ഭയങ്കര കൗതുകത്തോടെ കൊണ്ടുപോകുന്ന ഓരോ സാധനങ്ങളായിരുന്നു ABCD ബിസ്ക്കറ്റൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ. പക്ഷെ അത് എണ്ണയിലിട്ട് വറുത്ത് കോരുന്ന ബിസ്ക്കറ്റാണെന്ന് ഞാൻ ഇപ്പോഴാട്ടോ സത്യമായിട്ട് അറിയുന്നത്. ഞാൻ കരുതി ബേക്ക് ചെയ്തെടുക്കുന്ന ബിസ്ക്കറ്റാണ്. ഇന്നൊരു ബേക്കറിയിൽ കയറിയപ്പോൾ അവിടെ ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ABCD ബിസ്ക്കറ്റ് എണ്ണയിലിട്ട് വറുത്ത് കോരുന്നതാണ് കേട്ടോ. അന്നൊക്കെ ഒരുപാട് കഴിക്കുമായിരുന്നു. ഇപ്പം കഴിച്ച് അതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ഒരു ജ്യൂസ് കുടിക്കാനായിട്ടൊരു കടയിൽ കയറിയതാണ്. അവിടെ കയറിയപ്പോൾ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ വേദയ്ക്കൊരു ബർഗറും ചീമ ഒരു കിണ്ണത്തപ്പവും പിന്നെ ഒരു എഗ് പപ്സ് അല്ലല്ലോ, സ്വീറ്റ് പപ്സും അങ്ങനെ വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. ഈ ABCD ബിസ്ക്കറ്റ് വേദയ്ക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നറിയാത്തത് കൊണ്ട് വാങ്ങിയില്ല. പക്ഷെ വാങ്ങാത്ത നന്നായി. വീട്ടിൽ ചെന്ന് വേദയ്ക്ക് ഇഷ്ടമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ വേദ പറഞ്ഞു ഇല്ല എനിക്കിഷ്ടമല്ലായിരുന്നു, മുമ്പ് ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് എന്തായാലും ABCD ബിസ്ക്കറ്റ് വാങ്ങാത്ത നന്നായി എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഫുൾ ഫോക്കസ് ഔട്ടായിട്ടിരിക്കുകയാണ്. ഞാൻ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുകയാണ്. ചേട്ടാ ഒരു വിത്തൗട്ട് പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറഞ്ഞു. പക്ഷേ ചേട്ടൻ ആ വിത്തൗട്ട് കേട്ടില്ല, പൈനാപ്പിൾ ജ്യൂസ് മാത്രമേ കേട്ടുള്ളൂ. ചേട്ടൻ ഷുഗറൊക്കെ കേട്ട് പൈനാപ്പിൾ ജ്യൂസ് തന്നു കേട്ടോ. ഷുഗറെങ്കിൽ ഷുഗർ. ആ ജ്യൂസ് എല്ലാം കുടിച്ചുകൊണ്ട് നേരെ വീട്ടിൽ പോയപ്പോൾ അമ്മ വേദയ്ക്കൊരു പെറ്റിക്കോട്ട് തയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അമ്മ ഒരു പുതിയ മെഷീനൊക്കെ വാങ്ങി. തയ്യലൊന്നും അറിയത്തില്ല എങ്കിലും ഒരു പരിശ്രമം. എന്തായാലും അമ്മ ഒരു കുഞ്ഞ് പെറ്റിക്കോട്ടൊക്കെ വേദയ്ക്ക് തച്ച് തന്നു. വെറുതെ ഒരു പരീക്ഷണം മാത്രം കേട്ടോ. അമ്മയുടെ പഴയ ഒരു നൈറ്റി എടുത്തിട്ട് വേറൊരു പഴയൊരു പെറ്റിക്കോട്ട് കൊടുത്തു. അതിൻ്റെ അളവെല്ലാം എടുത്ത് വെച്ച് എങ്ങനെയൊക്കെയോ തയ്ക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അമ്മ തയ്ച്ച് വന്നപ്പോൾ തുണിക്ക് ലെങ്ത് ഇല്ലാണ്ടായിപ്പോയി. ഫ്രണ്ടിലൊക്കെ പ്ലീറ്റൊക്കെ ഇട്ട് തയ്ച്ചു. പക്ഷേ ബാക്കിലോട്ട് വന്നപ്പോൾ പ്ലീറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതായിപ്പോയി കേട്ടോ. എങ്കിലും അമ്മയുടെ ആ ഒരു ശ്രമത്തെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു യൂട്യൂബിലൊക്കെ നോക്കി കണ്ടു പഠിക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യാമെന്ന്. പക്ഷേ എങ്കിലും അമ്മ നല്ലതായിട്ട് അത് ഉള്ളത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നു കേട്ടോ. നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ട്രിവാൻഡ്രത്ത്. നിങ്ങളുടെ ജില്ലയിൽ ഇതുപോലെ മഴയുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഉണ്ടെങ്കിൽ അത് എവിടെയാണെന്നുള്ളത് കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ. 2 ദിവസമായിട്ട് ചെറുതായിട്ട് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ട്രിവാൻഡ്രത്ത്. ഭീകര മഴ എന്ന് ഞാൻ പറയില്ല, എങ്കിലും മഴ പെയ്ത് നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എല്ലാവരും കൂടി കള്ള ഉറക്കം അഭിനയിക്കുന്നതാണ് കാണുന്നത്. ഇനി എൻ്റെ അമ്മ വേദയ്ക്ക് സ്റ്റിച്ച് ചെയ്ത ആ ഒരു പെറ്റിക്കോട്ട് നിങ്ങൾക്ക് കാണണ്ടേ. ഇതാണ് ആ ഒരു പെറ്റിക്കോട്ട് കേട്ടോ. കണ്ടോ, കീറിയ ഭാഗം അമ്മ ഫ്രണ്ടിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കാണ്. തച്ചേച്ച് വന്നപ്പോൾ അത് ഫ്രണ്ടിലേക്കായിപ്പോയി. ഫ്രണ്ടിൽ പ്ലീറ്റ് ഉണ്ട്, ബാക്കിൽ പ്ലീറ്റ് ഇല്ല. ഇതാണ് ആ ഒരു പെറ്റിക്കോട്ടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും കുഴപ്പമില്ല അല്ലേ, തയ്ച്ചല്ലോ, ഇത്രയൊക്കെ തയ്ച്ചല്ലോ. തയ്യൽ അറിഞ്ഞൂടാത്ത അമ്മ ഇത്രയൊക്കെ തയ്ച്ചല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു തയ്ച്ച് പഠിക്കും, നമുക്ക് പെറ്റിക്കോട്ടോ സ്കേർട്ടോ ഒക്കെ അമ്മയെ കൊണ്ട് തയ്പ്പിക്കാമെന്ന് കരുതി കേട്ടോ. എന്നിട്ട് പതിയെ നെട്ടയത്ത് നിന്ന് ഇറങ്ങി. ഇന്നലെ വന്നതാണ്. ഇന്ന് നേരെ നെട്ടയത്തേക്ക് പോവുകയാണ്. നാളെ വേദയ്ക്ക് എക്സാമുണ്ട്, നല്ല മഴയുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ചീമയൊന്ന് ഡ്രോപ്പ് ചെയ്യണം. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ചീമയുടെ വീട്ടിലേക്കൊന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പോകും വഴി ചീമയെ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി മഴയെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ നേരെ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്.